ഗുരുഭ്യോ നമ. അഖിലഗുരോ ഭഗവൻ നമസ്തേ. നമസ്കാരം. ദേവസൈനയിലേക്ക് സ്വാഗതം. ശിവലിംഗത്തിന്റെ ഒരു ധ്യാനം ഞാൻ ചൊല്ലാം. ഭഗവാനെ, പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഹ്ന്യർക്ക നേത്രം കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശിവസനം ദിവ്യലിംഗം നമാമി. ഇതാണ് ശിവലിംഗത്തിനെ കുറിച്ചുള്ള ശ്ലോകം. ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാം. പീഠം യസ്യ ധരിത്രി, ഈ കാണുന്ന ഭൂമി തന്നെയാണ് ആ ശിവലിംഗത്തിന്റെ പീഠം. ജലധര കലശം, ആ ശിവലിംഗത്തിന്റെ മുകളിലിരിക്കുന്ന ആ ജലപാത്രം ഈ കാർമേഘങ്ങളാണ്. മഴ നിറഞ്ഞു നിൽക്കുന്ന, മഴ പെയ്യിക്കുന്ന കാർമേഘങ്ങളാണ് ജലധര കലശം, കാർമേഘത്തിന്റെ രൂപമുള്ള കലശം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ശിവലിംഗത്തിന്റെ വ്യാപ്തിയും വിശാലതയും ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമിയാണ് ശിവലിംഗത്തിന്റെ പീഠം, മേഘങ്ങളാണ് കലശം, ജലധര കലശം, ലിംഗം ആകാശമൂർത്തിം, ആകാശം, ഈ കാണായ ആകാശം തന്നെയാണ് ശിവലിംഗം. ലിംഗം ആകാശമൂർത്തിം, നക്ഷത്രം പുഷ്പമാല്യം, നക്ഷത്രങ്ങളാൽ കോർത്തിട്ടുള്ള പുഷ്പമാല്യമാണ് ആ ആകാശമാകുന്ന ശിവലിംഗത്തിൽ കിടക്കുന്നത്. ഗ്രഹഗണ കുസുമം, അതിൽ അർച്ചിക്കപ്പെട്ടിട്ടുള്ള പൂക്കൾ ഗ്രഹങ്ങളാകുന്ന പൂക്കളാണ്. നവഗ്രഹങ്ങൾ മാത്രമല്ല, കോടാനുകോടി ഗ്രഹങ്ങളാകുന്ന പൂക്കളാൽ അർച്ചിക്കപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ ശിവലിംഗം. ഗ്രഹഗണ കുസുമം ചന്ദ്രവഹ്ന്യർക്ക നേത്രം, ചന്ദ്രൻ, അഗ്നി, അർക്കൻ തുടങ്ങിയ 3 നേത്രങ്ങൾ, സൂര്യ ചന്ദ്ര അഗ്നികളായ 3 നേത്രങ്ങളോട് കൂടിയുള്ള ശിവലിംഗം. ചന്ദ്രവഹ്ന്യർക്ക നേത്രം, കുക്ഷ്യം സപ്തസമുദ്രം, ഈ 7 കടലുകളാണ് അദ്ദേഹത്തിന്റെ വയറ്. രത്നഗർഭ എന്നല്ലേ നമ്മൾ വിളിക്കുക സമുദ്രത്തിനെ. അദ്ദേഹത്തിന്റെ വയറ് ഈ കാണായ കടലുകളാണ്. കുക്ഷ്യം സപ്തസമുദ്രം ഭുജഗിരി ശിഖരം, അദ്ദേഹത്തിന്റെ തോളുകൾ ഈ മഹാപർവ്വതങ്ങളാണ്. ഈ ഭൂമിയിൽ കാണുന്ന മഹാപർവ്വതങ്ങളാണ് അദ്ദേഹത്തിന്റെ തോളുകൾ. സപ്ത പാതാളപാദം, ഭൂമിയുടെ താഴേക്കുള്ള ഭൂലോകം തൊട്ടിട്ടുള്ള 7 ലോകങ്ങൾ, അതലം വിതലം സുതലം തലാതലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മഹാബലിയെ അയച്ചിട്ടുള്ള സ്ഥലമാണല്ലോ സുതലം. അത് തുടങ്ങുന്ന എല്ലാ ലോകങ്ങളും അദ്ദേഹത്തിന്റെ പാദങ്ങളാണ്. പാദം അദ്ദേഹത്തിന്റെ കാലുകളാണ്. ആ ശിവലിംഗത്തിന്റെ പാദങ്ങളാണ്. സപ്ത പാതാളപാദം. വേദം വക്ത, അദ്ദേഹത്തിന്റെ മുഖം വേദം തന്നെയാണ്. വേദം എന്ന് വെച്ചാൽ എന്താ? അപൗരുഷേയമായിട്ട് പണ്ടേ ഉണ്ടായിരുന്നതും വെളിപ്പെട്ടതായിട്ടുമുള്ള ദൈവം, പ്രകാശരൂപിയായിട്ടുള്ള വസ്തുക്കളെ പ്രാപിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്തോ അത് വേദം. അതാണ് ആ വേദം തന്നെ മുഖമായിട്ടുള്ളവൻ. വേദം വക്ത്രം ഷഡംഗം, ആ 6 ശാസ്ത്രങ്ങളും അദ്ദേഹത്തിന്റെ അംഗങ്ങളാണ്. ദശദിശി വസനം, 10 ദിക്കുകള്, അതിൽ 8 ദിക്കുകള് ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈശാനകോൺ നിര്യതികോൺ അഗ്നികോൺ വായുകോൺ, അങ്ങനെ 8 ദിക്കുകള്, മുകള് താഴെ, അപ്പൊ 10 ദിക്കായി. ദശദിശി വസനം, 10 ദിക്കുകൾ വസനം, അദ്ദേഹത്തിന്റെ വസ്ത്രം. ദിവ്യലിംഗം, ദിവ്യം എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശസ്വരൂപമായിട്ടുള്ളത്, ആകാശത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്നത്, പ്രപഞ്ചത്തിനെ നമ്മളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നത്, ഒരു കണ്ണീർ തുള്ളിയിലേക്ക് അല്ലെങ്കിൽ ഒരു വെള്ളത്തുള്ളിയിലേക്ക് പ്രപഞ്ചത്തിനെ പ്രതിഫലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രകാശകോടികളായിട്ടുള്ള നക്ഷത്രങ്ങളെ, ലോകത്തുള്ള സമസ്ത പ്രകാശങ്ങളെയും നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ദിവ്യം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ ദിവ്യം, ദിവ്യലിംഗം. എന്താണ് ശിവലിംഗം? എല്ലാം പുറത്തേക്ക് പോകുന്നതും എല്ലാം അകത്തേക്ക് വലിക്കപ്പെടുന്നതുമായിട്ടുള്ള ലിംഗം. ആ ലിംഗത്തിനെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി ചെല്ലാം. പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗം ആകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഹ്ന്യർക്ക നേത്രം കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. അങ്ങനെയാണ് പ്രപഞ്ചമാകുന്ന ശിവലിംഗത്തിനെ നമ്മൾ ധ്യാനിക്കേണ്ടത്. നമുക്ക് കൊടുക്കാവുന്ന എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ കാർമേഘങ്ങളെ കൊണ്ട് ഭഗവാന്റെ മേലെ ദിവസവും ധാരധാരയായിട്ട് അഭിഷേകം ചെയ്യുക. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഭഗവാന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മാനസപൂജ. ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കുക, അദ്ദേഹത്തിനെ കുളിപ്പിക്കുക, തണുപ്പിക്കുക, കുളിപ്പിക്കുക, തണുപ്പിക്കുക. അദ്ദേഹം തണുത്താൽ പ്രപഞ്ചം തണുക്കും. നമ്മുടെ മനസ്സിലെ സകല പ്രശ്നങ്ങളും പീഡകളും നശിക്കും. മേൽപ്പത്തൂർ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്, വിശ്വപീഡാവഹത്യേ, വിശ്വത്തിന്റെ സകല പീഡകളും നശിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക. അദ്ദേഹം തണുക്കട്ടെ, വിശ്വപീഡാവഹത്യേ, അങ്ങനെ സംഭവിക്കട്ടെ. അതിനാണ് നമ്മൾ ആ കൊടുക്കുന്ന മാനസപൂജ. അതിനാണ് ഭഗവാനെ നമ്മൾ അഭിഷേകം ചെയ്യുക, മനസ്സുകൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കുക. സകല ഗംഗകളുടെയും ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുക, നമ്മുടെ കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്യുക. അദ്ദേഹം തണുക്കട്ടെ, നമ്മുടെ മനസ്സിന്റെ സകലവിധ പ്രശ്നങ്ങളും സകലവിധ സങ്കടങ്ങളും എല്ലാം മാറും. നന്ദി, നമസ്കാരം.